നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു റീയൂണിയൻ ഇത്രയും ലേറ്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇടയിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഓപ്പണായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് ഒരു തരത്തിലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നില്ല. ആ പേഴ്സണിൻ്റേതായിട്ടുള്ള ഒരു ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം. ഒരു ട്രാൻസ്ഫോർമേഷൻ ആ വ്യക്തി വിചാരിച്ചാൽ എന്തായാലും നിങ്ങളുടെ ഒരു റീയൂണിയൻ പോസിബിൾ ആവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നില്ല. മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫിനാൻഷ്യൽ വൈസ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ആ വ്യക്തി ഒത്തിരി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒത്തിരി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ഒരുപാട് വ്യക്തികളുമായിട്ട് ആ വ്യക്തിയുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്നൊരു സമയമാണിത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത് ആ വ്യക്തി ഒത്തിരി അക്ഷമനായിട്ട് അല്ലെങ്കിൽ അക്ഷമയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സെപ്പറേഷന് ഒരു 90% ചാൻസും വരുന്നത് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിക്ക് ഒട്ടും സേവിങ്സ് ഇല്ല എന്നുള്ള ഒരു കാര്യത്തിൽ ആ വ്യക്തിക്ക് ഒരുപാട് വിഷമിക്കുന്ന ഒരു സാഹചര്യമാണിത്. ആ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്രയും ലെങ്തി ആയിട്ട് പോകുന്നത്. ഈ ഒരു സെപ്പറേഷനിൽ ആ വ്യക്തി ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ്. മേ ബി നിങ്ങളുമായിട്ടുള്ളൊരു മാരേജ് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില വ്യക്തികൾക്ക് ഇതൊരു ആഫ്റ്റർ മാരേജ് റിലേഷൻഷിപ്പാണ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ്. ആ ഒരു പ്രശ്നം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒത്തിരി ടോക്സിക് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഒരു സെപ്പറേഷനിൽ മേ ബി നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ ഒത്തിരി ഉത്കണ്ഠപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി ഒരു ഡബിൾ മൈൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. മേ ബി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഫിനാൻഷ്യൽ പ്രോബ്ലംസും ആയിരിക്കാം. ചില പേർക്ക് അവരുടെ വ്യക്തികളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുകയാണ്. മേ ബി അവരുടെ ലൈഫിൽ പുതിയൊരു വ്യക്തി വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പാരൻസ് നിർബന്ധിച്ച് അവരെ കൊണ്ട് മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതായിരിക്കാം. കുറച്ച് പേരെങ്കിലും അത്തരം ഒരു സാഹചര്യത്തിൽ വളരെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകാൻ, ആ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാനും അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഈ ഒരു കാര്യത്തിൽ പാരൻസിനെ ഒപ്പോസ് ചെയ്യാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള കുറച്ച് പേരെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ അവർക്ക് ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനൊരു തീർപ്പുണ്ടാക്കണമെന്നും അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കുറച്ച് പേർക്ക് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത്. എന്നാൽ ചില പേർക്ക് അവരുടെ ലൈഫിൽ അവരുടെ പാരൻസിനെയോ മറ്റു റിലേറ്റീവ്സിനെയോ ഒപ്പോസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ ഉണ്ടാവുന്നത്. അവർക്ക് ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർക്ക് നല്ലപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിന് പറ്റാത്തൊരു സാഹചര്യമായത് കൊണ്ടായിരിക്കാം അവർ നിങ്ങളുമായിട്ടുള്ളൊരു സെപ്പറേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നത്. നിങ്ങൾക്ക് ഒത്തിരി നാളായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പല സിറ്റുവേഷനുകളിലും നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടുന്നില്ലാത്ത ഒരവസ്ഥയാണ്.
നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റോപ്പ് വാർണിംഗ് കാണുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഫാമിലി ചിലപ്പോൾ സപ്പോർട്ട് ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കാം. ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. ഒരു ഇന്റർകാസ്റ്റ് മാരേജോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള പ്രശ്നം കൊണ്ടോ നിങ്ങളുടെ ഫാമിലി ഇതിൽ സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നൊരു സിറ്റുവേഷൻ ആണ്. എന്നിരുന്നാലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലെ ഏഞ്ചൽസിന്റെ ഒത്തിരി സപ്പോർട്ട് ഉണ്ട്. അവരൊരുപാടായിട്ട് നിങ്ങളുടെ യൂണിയന് വേണ്ടിയിട്ട് ഒരുപാടായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ്. ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നം മാത്രമല്ലായിരിക്കാം, മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ വ്യക്തി ഒരുപാടായിട്ട് അലട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹീലിംഗിന്റെ ഒരു ആവശ്യം ഏറിയ ഒരു സമയമാണിത്. അത് രണ്ടുപേരും മെന്റലി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. രണ്ടുപേർക്കും റിയൂണിയൻ വേണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒത്തിരി പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഏഞ്ചൽസ് നിങ്ങളോട് ഹീൽ ചെയ്യാനായിട്ട് പറയുകയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് ഒരുപാട് സ്നേഹം അവരുടെ മനസ്സിൽ അവർ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അവർക്ക് നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ. സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു വിവാഹ ജീവിതം ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് രണ്ട് സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ മുന്നിലുണ്ട്. ആ രണ്ട് കാര്യങ്ങളിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് ആ വ്യക്തിക്ക് ആ രണ്ട് ഡിസിഷൻ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വ്യാകുലതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കറക്റ്റായിട്ടുള്ള തീരുമാനം ആ വ്യക്തിക്ക് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണിപ്പോൾ. ആ വ്യക്തിയുടെ ഈ ഒരു ഇംബാലൻസ്ഡ് സിറ്റുവേഷൻ ആണ് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ളൊരു സെപ്പറേഷൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് വിക്ടറി കാർഡാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ ആ വ്യക്തിക്ക് ഉറച്ചൊരു തീരുമാനം എത്രയും വേഗം എടുക്കാൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാം. മേ ബി നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ഡിസിഷൻ ആയിരിക്കാം. ഒരു ഡിവൈൻ ടൈം എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു റീയൂണിയൻ പോസിബിൾ ആകും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ്സിൽ നമുക്ക് വ്യക്തമാവുന്നത്.